ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷനിൽ ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ബാക്ടീരിയൻ്റെ DNA ഫ്രാഗ്മെൻറ്റ്സ് ആവുന്നുണ്ട്. ആ ഫ്രാഗ്മെൻറ്റ്സ് നമ്മുടെ ബാക്ടീരിയോഫേജ് ആ ഒരു പ്രോട്ടീൻ സിന്തസിസിൻ്റെ മെഷീനറീസ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. അതിൽ വൈറസ് പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ വൈറസ് പാർട്ടിക്കിൾസിൽ അബദ്ധവശാൽ എന്ത് സംഭവിക്കും? ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് ആയിരിക്കും ആ വൈറസ് പാർട്ടിക്കിളിൽ കോട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് ആ ബാക്ടീരിയോഫേജ് എന്തായിരിക്കും? ബാക്ടീരിയേൻ്റെ DNA ഉള്ള വൈറൽ കോട്ടിംഗ് ഉള്ള ബാക്ടീരിയോഫേജ് ആയിരിക്കും. അത് പുതിയൊരു ഹോസ്റ്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പാണ് ഉണ്ടാകുന്നത്. ഒന്ന് കംപ്ലീറ്റും ഒന്ന് അബോർട്ടീവും. കംപ്ലീറ്റിൽ എന്ത് ചെയ്യും? അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു റീകോമിനൻറ്റ് ജീനോം ഉണ്ടാവും. അതിങ്ങനെ പ്രോജനീസിലും ഡോട്ടർ സെൽസിലും എല്ലാ സെല്ലിലും ഉണ്ടാവും. ഇനി അബോർട്ടീവിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റഗ്രേഷൻ ഓഫ് ജീനോം നടക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഡോട്ടർ സെല്ലിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട്